ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സ്ക്വയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLCക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. എങ്ങനെ കണക്ക് പരീക്ഷയിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും കണക്ക് പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എന്താ? കുറേ ഇക്വേഷൻസ്, കുറേ സമവാക്യങ്ങൾ, കുറേ സ്റ്റെപ്സ് അങ്ങനെയൊക്കെ എഴുതി പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇതിൽ ഏതൊരു സ്റ്റുഡൻസിനും മനസ്സിലാവുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്ര ഇക്വേഷൻസോ അത്ര കാൽക്കുലേഷനോ ഇല്ലാതെ സ്കോർ ചെയ്യാം. ഏകദേശം 20+ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 25 to 30 മാർക്സ് എങ്ങനെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്സ്: പരിവൃത്തം, അന്തർവൃത്തം, തൊടുവര, നിർമ്മിതി. ഈ 4 ടോപ്പിക്സും ചിത്രം വരയ്ക്കാനുള്ള ടോപ്പിക്സാണ്. അതായത് ഒരു ഇക്വേഷൻസോ ഒന്നും പഠിക്കാനില്ല. ഇതിൽ വെറും ചിത്രം വരച്ചുകൊണ്ട് 12 മാർക്ക് സ്കോർ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ. ഒന്നില്ലെങ്കിൽ പരിവൃത്തം, അന്തർവൃത്തം. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞ 7-8 വർഷത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റെഫർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒന്ന് ചോദിക്കും. തൊടുവര വരയ്ക്കാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ നിർമ്മിതി എന്ന് പറയുന്നത് ഒരു ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ, ത്രികോണം വരയ്ക്കാൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പോർഷനിൽ കവർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സമാന്തര ശ്രേണികൾ. സമാന്തര ശ്രേണികളിൽ വലിയ ഇക്വേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബീജഗണിത രൂപം എഴുതുക. ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിൻ്റെ ബീജഗണിത രൂപം എഴുതുക, അല്ലെങ്കിൽ ഒരു സമ്മിൻ്റെ ബീജഗണിത രൂപം തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, ആദ്യപദം കാണാം, പൊതുവ്യത്യാസം കാണാം, അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ സ്കോറിംഗ് ഐറ്റംസ് ആണ്. ജാമിതി, ബഹുപദം. ജാമിതിയിൽ എല്ലാ വർഷവും ചോദിക്കുന്ന കുറച്ച് ഒരേ ഒറ്റ ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ട് വരുന്നത്. ബഹുപദങ്ങൾ, സ്ഥിതിവിവരക്കണക്കുകൾ. ഇത് രണ്ടെണ്ണത്തിലാണ് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് വരുന്നത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസും. സ്ഥിതിവിവരക്കണക്കുകളിലെ മധ്യമം കാണാമെന്നുള്ളത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതും 5 മാർക്ക്, 4 അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. ഇനി ഓരോ ടോപ്പിക്കും നമുക്ക് വിശദമായി പരിചയപ്പെടാം. ആദ്യം നമുക്ക് പരിവൃത്തം എന്താണെന്ന് നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ 3 മൂലകളെയും ടച്ച് ചെയ്തുകൊണ്ട്, 3 മൂലകളെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വൃത്തമാണ് പരിവൃത്തം. പരിവൃത്തം 2 രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. കേസ് 1 ആൻഡ് കേസ് 2. ആദ്യത്തെ കേസിൽ എന്താ? പരിവൃത്തത്തിൻ്റെ ആരം തന്നിട്ടുണ്ടാവും, ട്രയാങ്കിളിൻ്റെ 2 ആംഗിളും തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ത്രികോണവും അതിൻ്റെ പരിവൃത്തം വരയ്ക്കണം. രണ്ടാമത്തെ കേസ് എന്താ? ത്രികോണത്തിൻ്റെ ഒരു വശം തന്നിട്ടുണ്ടാവും, 2 ആംഗിളും തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിളും അതിൻ്റെ പരിവൃത്തവും വരയ്ക്കണം. നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ആരം 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. കോമ്പസിൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കാം. നാല് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ചു. ആരം അളന്ന് അടയാളപ്പെടുത്തുക. ഫോർ സെൻറ്റിമീറ്റർ. അടുത്തത് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? 2 ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? ആംഗിൾ എയും ആംഗിൾ ബിയും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡബിൾ എടുക്കുക. 60ൻ്റെ ഡബിൾ എത്രയാണ്? 120. 50ൻ്റെ ഡബിൾ 100. ഈ 2 ആംഗിളാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താൻ പോണത്. നൂറ്റി 20 അടയാളപ്പെടുത്തുക ആദ്യം. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യാം. 120 അടയാളപ്പെടുത്തി. അടുത്തത് പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് 100 ഡിഗ്രി അടയാളപ്പെടുത്താം. നമുക്കിപ്പോൾ വൃത്തത്തിലെ 3 ബിന്ദുക്കൾ കിട്ടി. 1, 2, 3. ഇനി ഇവ തമ്മിൽ യോജിപ്പിച്ച് നോക്കാം.
ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. വേണമെങ്കിൽ നമുക്ക് അളന്ന് നോക്കാം. ഇത് 60ഉം 50ഉം ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളല്ലേ നമുക്ക് വരയ്ക്കേണ്ടത്. 60 ഡിഗ്രി, ഇത് നമുക്ക് 50 എന്ന് കിട്ടും. എ ബി സി. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഇതിൽ എ ബി എന്ന വശം തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. നമുക്ക് 5 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു വര വരയ്ക്കാം. ഇനി അടുത്തത് എന്താ? എ ബി വരച്ചു 5 സെൻറ്റിമീറ്റർ. എ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ അളന്ന് 60 ഡിഗ്രി അടയാളപ്പെടുത്താം. 60 ഡിഗ്രി. ഈ ലൈൻ ഒന്ന് ജോയിൻ ചെയ്യാം. അടുത്തത് ബി 50 ഡിഗ്രി. 50 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. ഈ ലൈൻ ജോയിൻ ചെയ്യുന്നു. ഈ 2 ലൈനും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് സി. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ പരിവൃത്തം വരയ്ക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും 2 വശം നമ്മൾ എടുക്കണം. ആദ്യത്തെ വശം ഞാൻ എ ബി ആയിട്ട് എടുക്കുന്നു. ഇതിൽ കോമ്പസ് വെച്ചിട്ട് ഇതിൻ്റെ പകുതിയിലധികം, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ 2.5 കൂടുതൽ എടുക്കണം. ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. ഏകദേശം എടുത്താൽ മതി, കറക്റ്റ് അളവൊന്നും വേണ്ട. 2 ചാപം താഴോട്ടും മുകളിലോട്ടും വരയ്ക്കുന്നു. ബിയിൽ വയ്ക്കുക. ചാപം വയ്ക്കുക. 2 പോയിന്റ് കിട്ടും നമുക്ക്. ഒന്ന് കൂട്ടി യോജിപ്പിക്കും. ഇനി അടുത്ത വശം ഞാൻ ബി സി ആയിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ദൂരം എടുക്കുക. 2 ചാപം വരയ്ക്കുന്നു. സിയിൽ വയ്ക്കുന്നു. ചാപം വരയ്ക്കുന്നു. ഇപ്പം നമുക്ക് 2 പോയിന്റ് കിട്ടും. ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കാം. ഈ 2 വരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദു, ആ ബിന്ദു കേന്ദ്രമായിട്ടാണ് നമ്മൾ പരിവൃത്തം വരയ്ക്കേണ്ടത്. ആ ബിന്ദുവിൽ കോമ്പസ് വയ്ക്കാം. ഏതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമ്മൾ പെൻസിൽ കൊണ്ടുവരാം. അവിടെ നിന്ന് വരച്ച് തുടങ്ങാം. ഇതാണ് നമ്മുടെ പരിവൃത്തം. ത്രികോണത്തിൻ്റെ എല്ലാ മൂലകളും ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സാമിന് ചോദിക്കുക ഇതിൻ്റെ ആരം എത്രയാണെന്ന് അളന്നെഴുതാനായിരിക്കും ഈ കേസിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ആരം വരയ്ക്കുക. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താണെന്ന് അളന്നെഴുതുക. പരിവൃത്തം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.